അടുത്ത ക്വസ്റ്റ്യൻ, ദി ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഓഫ് 105 and 56 ഈസ്. ഹയസ്റ്റ് കോമൺ ഡിവൈസർ കാണാൻ ലോങ് ഡിവിഷൻ ചെയ്യുക. 105നെയും 56ൻ്റെയും ഡിവിഷൻ കാണുമ്പോൾ 7 ആണ് കോമൺ ഫാക്ടർ ആയിട്ട് വരുന്നത്. രണ്ടിലും പോണ നമ്പർ 7. അപ്പോൾ ആൻസർ പറയുന്നത് HCF ഓഫ് 105 and 56 ഈസ് 7. ആൻസർ പറയുന്നത് ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, 2 fair dice are thrown. What is the probability that the sum of numbers that appear on the dice is multiple of 3? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലെന്നറിയാം, അതുകൊണ്ടാണ് വായിക്കുന്നത്. ഒരു പ്രാവശ്യം വായിക്കുകയാണ്. 2 fair dice are thrown. What is the probability that the sum of numbers that appear on the dice is multiple of 3? ഇവിടെ ഫസ്റ്റ് ഡൈ എറിയുമ്പോൾ അതിൽ 6 ഫേസ് ഉണ്ട്, സെക്കൻഡ് ഡൈസിലും 6 ഫേസ് ഉണ്ട്. ഡൈസിലെല്ലാം 6 ഫേസ് ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ നമ്മൾ നോർമലായിട്ട് എടുക്കുന്ന ഡൈസിന് 6 ഫേസ് ആയതുകൊണ്ട് എഴുതുക 1 2 3 4 5 6. സെക്കൻഡും 1 2 3 4 5 6 പറയും. എന്താ പറഞ്ഞിരിക്കണേ? പിന്നെ ഔട്ട്കംസ് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 3 ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഏതൊക്കെ നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്താലാണ് 3 നോക്കുക. അപ്പോൾ ആദ്യം 1 എടുത്തു, 1 1 2 ആണ്. അപ്പോൾ അത് പറ്റില്ല. 1ഉം 2ഉം കൂടി ആഡ് ചെയ്താലാണ് 3 വരണേ. 3 പറയുന്നത് 3യുടെ മൾട്ടിപ്പിൾ ആണ്. പിന്നെ 1ലെ 5, അടുത്തത് 2ലെ 1, 2ലെ 4, ദെൻ 3 6 3 3, ദെൻ 3 കഴിഞ്ഞു. ദെൻ 4യുടെ കേസിൽ 4 5 4 2, നെക്സ്റ്റ് 5 5 4 5 1, ദെൻ 6 3 6 6. ടോട്ടൽ പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 3s പറയുന്നത് 12 ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി ടോട്ടൽ ഔട്ട്കംസ് ടോട്ടൽ പറയുന്നത് 6 × 6 അല്ലേ വരിക. അപ്പോൾ 36. ഇനി പി ഓഫ് മൾട്ടിപ്പിൾ ഓഫ് 3, മൾട്ടിപ്പിൾ എന്നാണ് അവിടെ എക്സ് എഴുതിയിരിക്കുന്നത്. എക്സ് എന്നല്ല, മൾട്ടിപ്പിളിൻ്റെ സൈനാണ്, ഇൻറ്റു ആണ്. മൾട്ടിപ്പിൾ ഓഫ് 3 പറഞ്ഞത് 12/36. 12/36നെ സ്മോളസ്റ്റ് ഫോം ആക്കുക. അപ്പോൾ എന്താ ആൻസർ? 1/3. ഓപ്ഷനിലേക്ക് നോക്കുക. ഓപ്ഷൻ പറയുന്നത് എ ആണ്, 1/3. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് നമ്പേഴ്സ് ഹാസ് എ മാക്സിമം നമ്പർ ഓഫ് ഫാക്ടർ? ഇതിലെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. 16 14 12 10. ഇവയിലെ ഏത് നമ്പേഴ്സിനാണ് മാക്സിമം ഫാക്ടേഴ്സ് വന്നതെന്ന്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ തന്നെ എടുത്ത് ചെയ്യണം. ആൻസർ നോക്കുമ്പോൾ 16ൻ്റെ ഫാക്ടേഴ്സ് പറയുന്നത് 1 16 2 8 4. 4 × 4 ആണ്. അപ്പോൾ 4ന് ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. 4. 14ൻ്റെ 1 14 2 7. അടുത്തത് 12ൻ്റെ 1 12 2 6 3 4. അടുത്തത് 10 പറയുമ്പോൾ 1 10 2 5. എല്ലാത്തിനും ഫാക്ടർ ഇതിൽ ഏറ്റവും കൂടുതൽ നമ്പേഴ്സ് എഴുതാൻ നോക്കുക. ഇതിൽ എത്ര ഉണ്ട്? 6ലെ 1 2 3 4 5, 14ലെ 4, പിന്നെ പറയുന്നത് 12ലെ 6, 10ലെ 4. അപ്പോൾ ഏറ്റവും കൂടുതൽ മാക്സിമം നമ്പർ ഫാക്ടേഴ്സ് ഉള്ളത് 12 ആണ്. ഓപ്ഷനിലെ സി ആണ് ആൻസർ, 12. അടുത്ത ക്വസ്റ്റ്യൻ, the least number which can be expressed as the sum of 2 distinct perfect square in the 2 different ways. ഇത് ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷനിൽ 50 പറയുന്നത് ഏതൊക്കെ സ്ക്വയേഴ്സ് തമ്മിൽ മൾട്ടിപ്പിൾ ആഡ് ചെയ്യുമ്പോൾ നമ്പേഴ്സ് തമ്മിൽ ഏതൊക്കെ നമ്പേഴ്സ് സ്ക്വയർ ചെയ്തിട്ട് അവയുടെ സമ്മ് നോക്കുമ്പോഴാണ് കിട്ടണേന്ന് നോക്കുക. ഇതിലൊക്കെ കിട്ടുന്നത് 5 സ്ക്വയർ + 5 സ്ക്വയർ അല്ലെ, 25 + 25 എന്താണ് 50. അതുപോലെ 65ൻ്റെ നോക്കുക, 85 90. ഇങ്ങനെ നോക്കുമ്പോൾ ചോദിച്ചിരുന്നത് ഏതെങ്കിലും 2 നമ്പേഴ്സ് എങ്ങനെയാണ്. അപ്പോൾ ഇതിലെല്ലാം 50യുടെയും 85ഉം 90ഉം ഓരോ പ്രാവശ്യമേ വരുന്നുള്ളൂ.
65 ആണ് മോർ ദാൻ 1 ടൈംസ് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, പേപ്പർ സ്ലിപ്പ് bearing numbers from 50 to 99 are placed in a box. The man choose a slip from the box at a random. What is the probability that it show a prime number? 50 to 99 വരെയുള്ള പ്രൈം നമ്പേഴ്സ് ആദ്യം എഴുതുക. അപ്പോൾ ഏതൊക്കെയാണ് 50 to 99 വരെയുള്ള പ്രൈം നമ്പേഴ്സ്? 53, 59, 61, 67, 71, 73, 79, 83, 89, 97. ടോട്ടൽ ബിറ്റ്വീൻ 50 to 99 10 പ്രൈം നമ്പേഴ്സ് ആണുള്ളത്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന പ്രോബബിലിറ്റി ഈ പ്രൈം നമ്പേഴ്സിൽ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയാം ഈ 50 to 99 വരെ 10 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. എന്നാൽ 50 to 99 വരെ ടോട്ടൽ നമ്പർ പറഞ്ഞത്രയാണ് 50 ആണ്. അപ്പോൾ 10/50 ഈക്വൽ ടു 1/5. ഇപ്പോൾ ഓപ്ഷൻ പറയുന്നത് ബി ആണ്, 1/5. അടുത്ത ക്വസ്റ്റ്യൻ, the area of the triangle with the vertices 0, 0, 2, 0 and 0, 4 is. അതായത് ട്രയാങ്കിളിൻ്റെ 3 വെർട്ടിസസ് തന്നിട്ടുണ്ട്, ആ പോയിന്റുകൾ തന്നിട്ടുണ്ട്, അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ. ഏരിയ കാണുന്ന ഇക്വേഷൻ പറഞ്ഞാൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈക്വൽ 1/2 ഇൻറ്റു x1 y2 പ്ലസ് x2 y3 plus x3 y1 plus x2 y1 plus x3 y2 plus x1 y3. ഇതാണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ആണുള്ള ഇക്വേഷൻ. ഇതിനെ ഇനി നമ്മൾ എഴുതില്ലേ സാധാരണ, അതേപോലെ മോഡൽ ഇതിൽ എഴുതുക. 1/2 ഇൻറ്റു 0, 0. അപ്പോൾ ആദ്യത്തെ x1 y1 എഴുതി, x2 y2 അടുത്ത് x2 y2 പറയുന്നത് 2, 0. x3 y3 പറയുന്നത് 0യും 4ഉം. പിന്നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, എക്സും വൈയും റിപ്പീറ്റ് ചെയ്യുക. ഇനി ഇക്വേഷൻ നോക്കി കൊടുക്കുക. 1/2 ഇൻറ്റു 0 പ്ലസ് 8 പ്ലസ് 0 പ്ലസ് 0 പ്ലസ് 0 പ്ലസ് 0 എന്തായി? 1/2 ഇൻറ്റു 8 ക്യാൻസൽ ചെയ്യുക, ആൻസർ 4. ഇപ്പം ആൻസർ പറയുന്നത് 4 സ്ക്വയർ യൂണിറ്റ് ആണ്, ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി 2-digit numbers are there which are neither divisible by 3 nor by 7? How many 2-digit numbers are there which are neither divisible by 3 nor by 7? അപ്പോൾ നമ്മൾ ആദ്യം 3യുടെയും 7ൻ്റെയും അതേപോലെ തന്നെ 21, 3യുടെ ഏതൊക്കെ നമ്പേഴ്സ്, ഏതൊക്കെ മൾട്ടിപ്പിൾ നമ്പേഴ്സ്, 2 ഡിജിറ്റ് മൾട്ടിപ്പിൾ നമ്പേഴ്സ് എഴുതുക. അപ്പോൾ എല്ലാം എഴുതാൻ പറ്റില്ല നമുക്ക്. 3യുടെ 2ൻ്റെ മൾട്ടിപ്പിൾസ് എല്ലാം എഴുതണമെങ്കിൽ അത്രയും ടൈം വേസ്റ്റ് ആവും. അപ്പോൾ നമുക്ക് എന്തറിയാം, A1 പറയുന്നത് 12 ആണെന്നറിയാം, ആദ്യത്തെ നമ്പർ. അതേപോലെ ലാസ്റ്റ് 3യുടെ ലാസ്റ്റ് 2 ഡിജിറ്റ് മൾട്ടിപ്പിൾ നമ്പർ പറയുന്നത് 99 ആണ്. ഇവയുടെ ഡിഫറൻസ് എന്താണ്? 3 ആണ്. അപ്പോൾ 3യുടെ ഏതൊക്കെ കിട്ടി? 3യുടെ A1 പറയുന്നത് 12 ആണ്, AN പറയുന്നത് 99 ആണ്, D കിട്ടി. ഇനി നമുക്ക് AN കാണാം. ഈ 3യുടെ AN കാണുമ്പോൾ AN ഈക്വൽ ടു A പ്ലസ് n-1 D ആണ് ഇക്വേഷൻ. AN കാണുന്ന ഇക്വേഷൻ എന്താ? DN കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 99 ഈക്വൽ ടു 12 പ്ലസ് n-1 ഇൻറ്റു 3. അപ്പോൾ n-1 കാണാൻ n-1 ഈക്വൽ ടു 99 മൈനസ് 12 ഡിവൈഡ് ബൈ 3. 87 ഡിവൈഡ് ബൈ 3 ഈക്വൽ ടു 29. n ഈക്വൽ ടു 29 പ്ലസ് 1 ഈക്വൽ ടു 30. അപ്പോൾ നമുക്ക് 3യുടെ കഴിഞ്ഞു. അടുത്ത 7 ചോദിച്ചിട്ടില്ലേ? ഇനി 7ൻ്റെ കാണുക. 7ൻ്റെ A1 പറയുന്നത് 14 ആണ്, AN പറയുന്നത് 98, ഡിഫറൻസ് പറയുന്നത് 7. ഇതേപോലെ തന്നെ n കാണാൻ
98 ഈക്വൽ ഇക്വേഷനിൽ കൊടുക്കുക. എന്ത് ഈ ഇക്വേഷന് എൻ ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. അപ്പോൾ നമുക്കറിയാമല്ലോ എൻ പറഞ്ഞാൽ എന്താണ് 98 പ്ലസ് 14 പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു 7. എൻ മൈനസ് 1 ഈക്വൽ ടു 98 minus 14 divided by 7 equal to 84 divided by 7 equal to 12. So n plus 1 n minus 1 equal to 12, n equal to 12 plus 1 equal to 30. ഇനി 17 കഴിഞ്ഞു 3 കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം നമ്മൾ 21 കാണണം. 21 കാണുമ്പോൾ 7 3 21 7 3 കണ്ടപ്പോൾ 21 കാണാൻ വേണ്ടിയിട്ട് A1 പറയുന്നത് 21 സ്റ്റാർട്ടിങ് 21 അല്ലേ. അപ്പോൾ 21 2 ഡിജിറ്റ് ആയതുകൊണ്ട് 21 മൾട്ടിപ്പിൾ സ്റ്റാർട്ട് ചെയ്യുക 21 AN പറയുന്നത് 84 D പറയുന്നത് 21. ഇതേപോലെ തന്നെ n കാണുന്ന ഇക്വേഷൻ AN വെച്ച് ചെയ്യുക. AN ഈക്വൽ ടു A പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ഇക്വേഷനിൽ കൊടുക്കുക. 84 ഈക്വൽ ടു 21 പ്ലസ് n മൈനസ് 1 ഇൻറ്റു 21. n minus 1 equal to 84 minus 21 divided by 21. 63 divided by 21 equal to 3. n equal to 3 plus 1 equal to 4. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? neither divisible by n or nor by 7 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ 2 ഡിജിറ്റ് നമ്പർ, അതായത് 1 to 100 വരെയുള്ളതിൽ, അപ്പോൾ 1 to 100 എടുക്കാൻ 100ലെ 2 ഡിജിറ്റ് നമ്പേഴ്സ് നോക്കുമ്പോൾ 1 to 9 വരെ എടുക്കാൻ പറ്റില്ല, അതുപോലെ 100ഉം എടുക്കാൻ പറ്റില്ല. 1 to 9 പറയുന്നത് 1 ഡിജിറ്റ്, 100 പറയുന്നത് എന്താണ് 3 ഡിജിറ്റ്. അപ്പോൾ നമ്മൾ 10 to 99 വരെയുള്ള നമ്പേഴ്സ് 2 ഡിജിറ്റ് നമ്പേഴ്സ് പറയുന്നത് 90 ആണ്. ടോട്ടൽ 2 ഡിജിറ്റ് നമ്പേഴ്സ് പറയുന്നത് 90 ആണ്. ഈ 90 എന്ന് വേണം നമ്മൾ ചെയ്യാൻ. അപ്പം 90 ടോട്ടൽ നമ്പർ പറഞ്ഞാൽ 90 30 മൈനസ് ചെയ്യുക. 30 പറയുന്നത് എന്തിൻ്റെ ആൻസർ ആണ്? ഈ 3D അല്ലേ. അപ്പോൾ 3ക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക്. n പറഞ്ഞ 30 ആണ്. അപ്പോൾ 30 മൈനസ് 13 പ്ലസ് 4. ഈ 4 21. അതായത് 90യിൽ നിന്ന് 3Dയും 17 n കണ്ടില്ലേ നമ്മൾ, അത് മൈനസ് ചെയ്യുക. 90 മൈനസ് 30 മൈനസ് 13 പ്ലസ് 4 പറയുന്നത് 21 വെച്ച് ചെയ്ത് ആൻസർ 51. ഓപ്ഷനിലേക്ക് നോക്കാം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡിഫറൻസ് ഓഫ് ദി സൈഡ് and difference of the areas of two squares are 3 cm and 39 cm respectively. The sum of the areas of two squares is. Question clear അല്ല, അത് ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ കയ്യിലില്ല. അപ്പം ഞാൻ നെറ്റിൽ നിന്ന് നോക്കിയിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് നെറ്റിലും ഓൾറെഡി ക്ലിയർ അല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒരു പ്രാവശ്യം കൊണ്ട് റിപ്പീറ്റ് ചെയ്യണേ. നെറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കിട്ടുക ഈസിയാണ്. സൊല്യൂഷൻസ് ആണ് ക്ലിയർ ആകുണ്ടോ നോക്കുന്നത്. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യാനും ഈസി ഉണ്ടാവുക കേട്ടോ. ചില ക്വസ്റ്റ്യൻസ് ക്ലിയർ അല്ലാത്തതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, അപ്പോൾ അത് വിട്ടിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ആൻസർ കീ നോക്കുക. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ഡിഫറൻസ് ഓഫ് ദി സൈഡ്സ് ആൻഡ് the difference of the sides and difference of the areas of two squares are 3 cm and 39 square centimeter respectively. The sum of the areas of two squares. അവരെ ചോദിച്ചിരിക്കുന്നത് the sum of the squares of two square. ഏരിയകൾ തമ്മിൽ രണ്ട് സ്ക്വയേഴ്സിൻ്റെയും ഏരിയകൾ തമ്മിൽ സം ചെയ്തിട്ടുള്ള ആൻസറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ചെയ്യാം. ഫസ്റ്റത്തെ പറഞ്ഞാൽ എന്താ പറഞ്ഞിരിക്കണേ? ഫസ്റ്റത്തേനെ നമുക്ക് സൈഡ് എക്സ് എന്ന് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഏരിയ പറഞ്ഞാൽ എന്തായിരിക്കും? എക്സ് സ്ക്വയർ അല്ലേ. ഏരിയ കാണുന്ന ഇക്വേഷൻ സൈഡ് എക്സ് ആകുമ്പോൾ അതിൻ്റെ ഏരിയ കാണുന്ന എക്സ് സ്ക്വയർ. എ പറഞ്ഞാൽ എക്സ് സ്ക്വയർ. അപ്പോൾ നമ്മൾ എക്സ് ആക്കി എടുത്തുമ്പോൾ എക്സ് സ്ക്വയർ എടുത്തു. അതാണ് സൈഡ് ഫസ്റ്റത്തെ മുകളിലെ സൈഡ്, താഴെ ഏരിയ കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ സ്ക്വയറിൻ്റെ സൈഡ് എക്സ് എടുത്തപ്പോൾ ഏരിയ എക്സ് സ്ക്വയർ ആയി. ഇനി എന്താ പറഞ്ഞേക്കുന്നതിനോട്? സെക്കൻഡ് സ്ക്വയറിൻ്റെ ആദ്യത്തെ സ്ക്വയറും രണ്ടാമത്തെ സ്ക്വയറും തമ്മിലുള്ള സൈഡുകളുടെ ഡിഫറൻസ് എന്താ പറഞ്ഞിട്ടുണ്ട്? 3 പറഞ്ഞിട്ടുണ്ട്.
ആദ്യത്തെ സമചതുരത്തിൻ്റെയും രണ്ടാമത്തെ സമചതുരത്തിൻ്റെയും സൈഡുകൾ തമ്മിലുള്ള ഡിഫറൻസ് 3 ആ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ നമ്മൾ എക്സ് ആക്കി എടുക്കുകയാണെങ്കിൽ അടുത്ത എന്താക്കി എടുക്കണം, x+3 ആക്കി എടുക്കണം. അപ്പോൾ രണ്ടാമത്തെ സ്ക്വയറിൻ്റെ സൈഡ് പറയുന്നത് x+3. അപ്പം അതിൻ്റെ ഏരിയ എന്ത് പറഞ്ഞിട്ടുണ്ട്, 39 ആണ്. ആദ്യത്തെയും രണ്ടാമത്തേയും ഡിഫറൻസ് 39 ആണ്. അപ്പം നമ്മൾ x² + 39, അതായത് ആദ്യത്തെ x² അല്ലേ, അപ്പം രണ്ടാമത്തെ ഏരിയ പറഞ്ഞ x²യും എന്നാലേ 39 ഡിഫറൻസ് വരുള്ളൂ. അപ്പം x² ആക്കുമ്പോൾ രണ്ടാമത്തെ സ്ക്വയർ x² + 39. നമുക്കിനി സോൾവ് ചെയ്യാം. അതായത് ഇവ തമ്മിൽ ഈക്വലാന്ന് ഇതാക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യണം, x+3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു x² + 39. അതായത് x+3നെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ x² + 6x + 9 ഈക്വൽ ടു x² + 39. സിക്സ് എക്സ് ഈക്വൽ, ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് x² ക്യാൻസൽ ആയി 6x ഈക്വൽ ടു 39 - 9 വരും. അപ്പോൾ 30. 6x ഈക്വൽ ടു 30. x ഈക്വൽ ടു എന്ത് കിട്ടി, 5 കിട്ടി. x 5 കിട്ടി. നമുക്ക് എന്ത് ചെയ്യാം, ഓരോ സ്ക്വയറിൻ്റെയും ഏരിയ കണ്ടുപിടിക്കാം. വേണ്ടേ? ഏരിയ ഓഫ് ദി ഫസ്റ്റ് സ്ക്വയർ ഈക്വൽ ടു x² ഈക്വൽ ടു 5² ഈക്വൽ 25. ഏരിയ ഓഫ് ദി സെക്കൻഡ് സ്ക്വയർ ഈക്വൽ ടു എന്താ നമ്മൾ കേൾക്കണേ, x² + 39 അല്ലേ. അപ്പോൾ x² പറഞ്ഞാൽ എന്താ, 25. 25 + 39 ഈക്വൽ ടു 64. കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇവയുടെ സമ്മാണ്. തെറ്റിക്ക് ചെയ്തിട്ട് ഓപ്ഷനിൽ 64ഉം 25ഉം ഒക്കെ ഉണ്ട്. പക്ഷെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിക്കണം. തന്നിരിക്കുന്നത് സമ്മാണ്. അപ്പോൾ എന്ത് ചെയ്യണം, സം ഈക്വൽ ടു 25 + 64 ഈക്വൽ ടു 89 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഓപ്ഷനിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഡി ആണ് 89 സ്ക്വയർ സെൻറ്റിമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, if a⁴ equal to then a equals. ഇതാണ് ക്വസ്റ്റ്യൻ. a⁴ ഈക്വൽ 2 ആയാൽ a കണ്ടുപിടിക്കാം. നമുക്ക് എന്ത് ചെയ്യാം, ഈ a⁴ പറയുന്നത് 2 ആണെന്ന് വിചാരിക്കാം. അങ്ങനെ a എന്തായിരിക്കും, √2. നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കോ. അതായത് a പറയുന്നത് എന്താന്ന് കിട്ടി, a ഈക്വൽ ടു √2 നമുക്ക് കിട്ടി. അപ്പം നമ്മൾ ഇക്വേഷനിൽ കൊടുക്കണം കേട്ടോ. √2 പവർ √2 ഹോൾ സ്ക്വയർ പറഞ്ഞാൽ എന്താ, ഇവിടെ സ്ക്വയർ റൂട്ടിൻ്റെ സ്ക്വയർ പറഞ്ഞാൽ എന്തായി, √2 സ്ക്വയർ ആയില്ലേ. √2 സ്ക്വയർ പറഞ്ഞാൽ 2. അപ്പം ആൻസർ എന്തായി, കറക്റ്റ് ആയില്ലേ. നമ്മൾ എക്ക് ആദ്യം കിട്ടിയ ആൻസർ ചെക്ക് ചെയ്ത് നോക്കി വെക്കുക, അല്ലെങ്കിൽ ഓപ്ഷനിൽ നിന്ന് തന്നെ കൊടുക്കാൻ നല്ലത്. ഇപ്പം ഇവിടെ ഓപ്ഷനിൽ തന്നിട്ടുണ്ട് √3, √2, 1/2, 2. പക്ഷെ നമ്മൾ ഓപ്ഷനിൽ ചെക്ക് ചെയ്യുമ്പോൾ √2 നോക്കുക. √3 ആണെങ്കിൽ എന്തായാലും ഇവിടെ 3 അല്ലേ വരണ്ടേ. അപ്പോൾ 3 വന്നിട്ടില്ലല്ലോ. അപ്പോൾ √2 നോക്കുമ്പോൾ ആൻസർ കറക്റ്റ്. അപ്പോൾ ഓപ്ഷനിൽ നിന്ന് തന്നെ ചെയ്യണം ഏറ്റവും നല്ലത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, if 1/x ഈക്വൽ ടു x - 1 then one value of x. അതായത് 1/x ഈക്വൽ ടു x - 1 തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എക്സിൻ്റെ ഒരു വാല്യൂ കണ്ടുപിടിക്കാം. നോക്കുക, നമുക്ക് 1/x ഈക്വൽ ടു x - 1. ഇപ്പോൾ 1 ഈക്വൽ ടു x കൊണ്ട് x - 1 മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 1 ഈക്വൽ x² - x. x² - x - 1 ഈക്വൽ ടു 0. നമുക്ക് എന്ത് ചെയ്യാം, ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇക്വേഷൻ എടുക്കുക. -b ± b² - 4ac / 2a. a പറയുന്നത് എന്താണ്, 1 ആണ്. b പറയുന്നത് -1, c പറയുന്നത് -1. ഇക്വേഷനിൽ കൊടുക്കുക. 1 ± √b² പറഞ്ഞാൽ 1 - 4ac. aയും c ഒക്കെ അറിയാലോ, -1 -1. അപ്പം എന്തായി, +4 ആയി. / 2. 1 ± √5 / 2. അപ്പം എന്തായിരിക്കും ഓപ്ഷൻ, ഒന്നുകിൽ 1 + √5/2, അതല്ലെങ്കിൽ 1 - √5 / 2. ഇനിയിപ്പോൾ ഓപ്ഷനിൽ നോക്കുമ്പോൾ ഏതാ നോക്കി നോക്കുക. ഓപ്ഷനിൽ നമുക്ക് 1 + √5/2 എന്ന് പറഞ്ഞിട്ടൊരു ആൻസർ കാണാനില്ല. പക്ഷെ എന്തുണ്ട്, √5 + 1 / 2 എന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം അതാണ് കറക്റ്റ് ആൻസർ എന്ന്. ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയെന്നുള്ളൂ. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ,
The highest power of 2 contained in 10 factorial. നോക്കുക 10 ഫാക്ടോറിയൽ പറഞ്ഞാൽ 1 to 10 വരെ മൾട്ടിപ്പിൾ ചെയ്ത് 1 into 2 into 3 into 4 into 5 into 6 into 7 into 8 into 9 into 10. ഇനി ഇതിന് 2-നൊക്കെ എല്ലാത്തിനും പവറുകളാക്കിയതെന്ന് വെച്ചിട്ട് അങ്ങനെ എഴുതുക. ഇത് 1 പറഞ്ഞാൽ 1 തന്നെ, 2 പറഞ്ഞാൽ 2, 3 സെയിം, 4 പറഞ്ഞാൽ എന്താണ് 2 into 2. അപ്പോൾ നമുക്ക് 2 സ്ക്വയർ എഴുതി കൂടെ. 5 സെയിം, 6 പറഞ്ഞാൽ എന്താ 3 into 2, 7 പറഞ്ഞാൽ 7, 8-നെ എന്ത് ചെയ്താൽ 2 ക്യൂബ് എന്ന് എഴുതാം. 9 പറഞ്ഞാൽ 3 സ്ക്വയർ, 10 പറഞ്ഞാൽ 5 into 2. തന്നിരിക്കുന്ന 1-നെ നോക്കുമ്പോൾ 1 തന്നെ ഉള്ളൂ. 2 എത്ര ടൈംസ് ഉണ്ട് നോക്കുക. 8 into 3 power 4, 5 power 5, 7 power 1. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 2-ന്റെ പവർ എന്താണെന്ന് ചോദിച്ചിരുന്നത്. 2-ന് എത്ര പവർ വരുന്നതാണ്. ആൻസർ 8. ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ ആൻസർ സി, ഓപ്ഷൻ 8. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് മോസ്റ്റ്ലി റിലേറ്റഡ് ടു കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ ഓഫ് ദി ടീച്ചിങ് മാത്തമാറ്റിക്സ്? എക്സാമ്പിൾസ് ഓപ്ഷൻ പറയുന്നത് എക്സാമ്പിൾസ് ആൻഡ് നോൺ എക്സാമ്പിൾസ്, എൻകൗണ്ടർ വിത്ത് ദി പ്രോബ്ലം, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്, പസിൽ സിറ്റുവേഷൻ. ഓപ്ഷൻ എ ആണ് ആൻസർ, എക്സാമ്പിൾസ് ആൻഡ് നോൺ എക്സാമ്പിൾസ്. അടുത്തത്, പ്രോഗ്രാംഡ് ലേണിംഗ് ഈസ് ബേസ്ഡ് ഓൺ ഫീൽഡ് തിയറി, ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഓപ്പറന്റ് കണ്ടീഷനിങ്, ഗസാൾട്ട് തിയറി. ഓപ്ഷൻ സി ആണ് ആൻസർ, ഓപ്പറന്റ് കണ്ടീഷനിങ്. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ ആക്സിയോം? ഓപ്ഷൻ എ പറയുന്നത് ദി പെർപെൻഡിക്കുലർ ഫ്രം ദി സെന്റർ ഓഫ് എ സർക്കിൾ ടു എ കോഡ് ബൈസെക്ട് ദി കോഡ്. The sum of the angle of quadrilateral is 360 degree. Sum of the angles of linear pair is supplementary. The centroid of triangle divide each median is in the ratio 2:1. Option C ആണ് answer. The sum of the angles of a linear pair is supplementary. അടുത്തത്, which of the following is a characteristic of an instructional objective? Broad, theoretical, difficult to achieve, immediate goal. Option D ആണ് answer, immediate goal. അടുത്തത്, സർക്കിൾ ഈസ് സർക്കിൾ റേഷ്യോ 2πr, പിന്നെ റെഗുലർ ഹെക്സഗൺ ഡാഷ് is an example of. Options are multiple choice question, combination type question, classification type of question, analog type question. Answer D ആണ് analog type question. To prove, അടുത്ത question ആണ്, to prove 5 plus 2 to 2 is irrational. For students of class 9, we can use ഏത് മെത്തേഡ് യൂസ് ചെയ്യുക നമ്മൾ? മെത്തേഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ, മെത്തേഡ് ഓഫ് റിഡക്ഷൻ, മെത്തേഡ് ഓഫ് കോൺട്രാഡക്ഷൻ, മെത്തേഡ് ഓഫ് കോൺട്രാപോസിറ്റീവ്. ഓപ്ഷൻ സി ആണ് യൂസ് ചെയ്യുന്നത്, മെത്തേഡ് ഓഫ് കോൺട്രാഡിക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, the Roman numeral representing 753 is. ഇവിടെ 753 പറഞ്ഞാൽ 700 പ്ലസ് 50 പ്ലസ് 3. 700 ഡിനോട്ട് ചെയ്യാൻ എങ്ങനെയാ? ഡി ഡബിൾ സി ആണ്. 50 യൂസ് ചെയ്യുന്നത് എൽ, 3 പറഞ്ഞാൽ അറിയാലോ, അപ്പോൾ D double C L 3 times 1 ഇടുക. ഇവിടെ ഓപ്ഷൻ
സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. To enlarge or reduce graph, diagrams or pictures, we can use options A, angle mirror, proportional divider, slides rule, proportional dividers. അതാണ് നമ്മൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്തത്. For introducing isosceles trapezium in the class 8, the most appropriate prerequisite is ഏതാണ്? മുമ്പ് പഠിച്ച ഏതാ ഉപയോഗിക്കുക നമ്മൾ? റെക്റ്റാങ്കിൾ. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. കോറിലേറ്റർ അല്ല, ട്രപ്പീസി അല്ല, പാരലോഗ്രാം അല്ല. ഓപ്ഷൻ ഡി റെക്റ്റാങ്കിൾ ആണ് ആൻസർ വരുന്നത്. ഇനി ഇതിൽ തന്നെ എല്ലാത്തിൻ്റെയും ആൻസർ ടിക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ല, അതുകൊണ്ട് വായിച്ചുതരാം കേട്ടോ. ദി ലോവസ്റ്റ് ലെവൽ ഓഫ് ലേണിംഗ് അക്കോർഡിംഗ് ടു ദി റോബർട്ട് എം ഗാഗ്നെ ഈസ്. റോബർട്ട് എം ഗാഗ്നയുടെ ലേണിംഗ് ലെവൽ ഓഫ് ലേണിംഗിൽ ഏറ്റവും താഴത്തിലുള്ള ലോവസ്റ്റ് ലെവൽ പറയുന്നത് ഏതാണെന്ന്? സിഗ്നലാണ്, സിഗ്നൽ ലേണിംഗ്. Which of the following is related to lecture method of teaching mathematics? Answer gives sense of satisfaction. The understanding of the world in which man lives refer to. Answer D ആണ് cultural value. അടുത്തത്. Find x if mod of x plus 3 equal mod of x minus 7. For solving this problem, the teacher expect the response. ഇതിവിടെ എക്സ് പ്ലസ് 3 അല്ലേ? അപ്പോൾ മോഡിന് പുറത്തെടുക്കുമ്പോൾ നമ്മൾ എന്തായിരിക്കും വാല്യൂ? ഒരു -3യും +7 ആയിരിക്കും. അപ്പോൾ ടീച്ചർ എക്സ്പെക്ട് ചെയ്യുന്നത് എക്സ് ഈസ് ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം -3 and 7. അടുത്തത്. Which of the following is not a characteristic of evaluation? Answer option A ആണ്. It reveals how much an individual performs. അടുത്തത്. Learning outcomes are mainly. Answer B ആണ്. Desirable change in the learner's behavior. അടുത്ത question. Teaching or learning process in mathematics will be more effective if the students, answer ആണ്, the students actively participate in goal oriented task. അടുത്ത question. Mathematics is closely related to. Option B engineering, science. അടുത്ത question. Which of the following is not related to linear programmed instruction in mathematics? Option A ആണ് remedial measure.
അടുത്തത് which of the first step in the procedure for the problem solving method? Sensing the problem. നമ്മൾ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരണേ. അടുത്ത ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ക്ലിയർ ആവണില്ല അല്ലേ? The test designed to measure certain knowledge and skill as the result of instruction is achievement test. Option A, achievement test. The progress of quantifying performance is measurement. Option A. The term, അടുത്ത question, the term syntax in the context of model of teaching means phrase in the model. Option A, phrases in the model. അടുത്ത question, a student is creative in mathematics if he is intelligent, talented and productive thinker. Option C. The branch of mathematics which is a continuation and generalization of arithmetic. The branch of mathematics which is a continuation and generalization of arithmetic is algebra. Option A. Who is the author of famous mathematics book Elements? Euclid. Next question. The specification, recall and recognition comes under option D ആണ് all the above. എല്ലാത്തിനുമാണ് വന്നിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറി ഈസ് അസോസിയേറ്റഡ് വിത്ത് ആരെയാണ്? ബ്രൂണർ. ദ മാത്തമാറ്റീഷ്യൻ ഹൂ ഡിസ്കവേർഡ് ദി തിയറി ഓഫ് ഇറേഷണൽ നമ്പർ. ആരാണ് ഇറേഷണൽ നമ്പർ ഡിസ്കവർ ചെയ്തേക്കുന്നത്? പൈതഗോറസ്. ഇതിലിപ്പോൾ ഈ എല്ലാ ക്വസ്റ്റ്യൻസിലും ചില ക്വസ്റ്റ്യൻസ് വിട്ടിട്ടുണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യാവുന്നതാണ്. കുറച്ച് ഡൗട്ടുകൾ വന്നതുകൊണ്ടാണ് ഇടയിൽ ക്വസ്റ്റ്യൻസ് വിട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണേ.